കായിക പ്രേമികൾക്ക് ആവേശത്തിന്റെ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. 2020 ലോകകപ്പിന് നാളെ തുടക്കമാകുന്നു. നാളെ രാവിലെ 6 മണിക്ക് ആദ്യ മത്സരം നടക്കും. ഇന്ത്യക്ക് ഇന്ന് സന്നാഹ മത്സരം രാത്രി 8 മണിക്ക്. മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ എതിരാളികൾ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ആവേശകരമായ ഈ കായിക മാമാങ്കത്തിന്റെ വിശദാംശങ്ങളുമായി അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, വിവരങ്ങൾ. SKN അങ്ങനെ കുട്ടി ക്രിക്കറ്റിന്റെ വിശ്വപോരിന് നാളെ തുടക്കമാവുകയാണ്. നാളെ രാവിലെ 6 മണിക്കാണ് ആദ്യ മത്സരം. കാനഡയും അമേരിക്കയും തമ്മിലാണ് ഈ മത്സരം. രാത്രി വെസ്റ്റ് ഇൻഡീസും മത്സരമുണ്ട്. പപ്പുവ ന്യൂഗിനിയക്കെതിരെയാണ് അങ്ങനെ മത്സരം. IPL ആവേശമൊക്കെ കഴിഞ്ഞു. ഇനി കുട്ടി ക്രിക്കറ്റിലെ വിശ്വ പോരാട്ടത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. 2007 ആദ്യത്തെ ലോകകപ്പ് നേടിയ ശേഷം ഇന്ത്യക്ക് ഇതുവരെ ലോകകപ്പ് നേടാനായിട്ടില്ല. ഈ തവണയെങ്കിലും ഇന്ത്യക്ക് ലോക കിരീടം വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ നാം ഓരോ ഇന്ത്യക്കാരും കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം, മലയാളി താരം സഞ്ജു സാംസൺ ടീമിലുണ്ട്. അദ്ദേഹം കളത്തിലിറങ്ങുമോ എന്നറിയാനും വലിയ ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇന്ത്യ അങ്ങനെ ലോകകപ്പ് ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. ഇന്ത്യയുടെ ആദ്യ സന്നാഹ മത്സരം ഇന്ന് നടക്കും. രാത്രി 8 മണിക്ക് ബംഗ്ലാദേശിനെതിരെ ആണ് ഇന്ത്യയുടെ സന്നാഹ മത്സരം. ഇന്ത്യൻ ടീമിൻ്റെ കോമ്പിനേഷൻ എന്തായിരിക്കും ലോകകപ്പിൽ എന്ന് അറിയാനുള്ള ഒരു മത്സരം കൂടിയാണിത്. സഞ്ജുവിന് ആദ്യ 11-ൽ ഇടം പിടിക്കാൻ ഒരു സുവർണാവസരമാണ്. വിരാട് കോഹ്ലി ഇന്ന് കളിക്കില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ടീമിനൊപ്പം ചേർന്നത്. അതുകൊണ്ട് സഞ്ജുവിന് ഇന്ന് ഒരു 1 ഡൗൺ പൊസിഷനിൽ ഇറങ്ങും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ സഞ്ജുവിന് ആ പൊസിഷനിൽ ക്ലിക്ക് ചെയ്യാനായാൽ ഫസ്റ്റ് 11-ൽ തന്നെ ഇറങ്ങാൻ സഞ്ജുവിന് സാധിക്കും. അതുകൊണ്ട് സഞ്ജുവിനും ഇന്ന് നിർണായകമാണ്. ഋഷഭ് പന്തുമായിട്ടാണ് മത്സരം. ഋഷഭ് പന്തും വലിയൊരു അപകടത്തിൽ നിന്ന് കരകയറി. IPL-ലും മോശമല്ലാത്ത ഒരു പ്രകടനം തന്നെയാണ് പന്തിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നത്. സഞ്ജുവാണ് കൂടുതൽ റൺസും ക്യാപ്റ്റൻ എന്ന നിലയിലും ഒക്കെ മികച്ച പ്രകടനം. പക്ഷേ ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് കീപ്പർ എന്നുള്ളത് പന്താണെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഒപ്പം തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡർ എന്നതും പന്തിന് വലിയ അഡ്വാൻറ്റേജ് എല്ലാ കാലത്തും നൽകുന്നുണ്ട്. അതുകൊണ്ട് സഞ്ജുവും പന്തും തമ്മിൽ ഉള്ള ഒരു മത്സരം സഞ്ജുവിന് എന്ന അഡ്വാൻറ്റേജ് എടുക്കാൻ ആവണം. എന്നാൽ മാത്രമാണ് ആദ്യ 11-ലേക്ക് സഞ്ജുവിന് എത്താൻ പറ്റുള്ളൂ. ഒപ്പം തന്നെ ഇന്ത്യക്ക് ഏക സന്നാഹ മത്സരമാണ്. IPL-ൽ ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ടീമായി ഇന്ത്യക്ക് മുന്നുള്ള ഏക മത്സരമാണ്. അതുകൊണ്ട് ഇന്ത്യക്കും ഈ മത്സരത്തിൽ എല്ലാ പിഴവുകളും പരിഹരിച്ച് ടീം എന്ന നിലയിൽ ഒരു മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ 5-ാം തീയതി നടക്കുന്ന ആദ്യ മത്സരത്തിന് മുമ്പായി എല്ലാ ആത്മവിശ്വാസവും ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ടീം ഇന്ത്യക്ക്. എന്തായാലും ഇന്ത്യക്ക് നമ്മളും ആശംസകൾ നേരുകയാണ്. 2007-ന് ശേഷം ആദ്യ ലോകകപ്പ് നേടാൻ ഇന്ത്യക്ക് ആവട്ടെ. ഇന്ത്യയുടെ മത്സരക്രമങ്ങളിലേക്ക് വരികയാണെങ്കിൽ 5-നാണ് ആദ്യ മത്സരം അയർലൻഡിനെതിരെ, 9-നാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം. അങ്ങനെ എന്തായാലും ഒരു ഉഗ്രൻ മത്സരങ്ങൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ലോകകപ്പിൻ്റെ സമഗ്ര വാർത്തകൾ നൽകാൻ നമ്മളും സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഉണ്ടാവും. SK. ഓക്കെ, താങ്ക് യു. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നമുക്കൊപ്പം ചേർന്ന്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.